Welcome back to my channel, Style with Sonia. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു 5 സ്റ്റെപ്പ് ഈസി ഫേഷ്യൽ ആണ്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഗ്ലോയിങ് ഒക്കെ തരുന്ന ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് തരുന്ന ഒരു ഈസി ഫേഷ്യൽ ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. വീഡിയോ കാണുന്നപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമസ്കാരം. എന്റെ പേര് സോണി എന്നാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് പിന്നെ ബെൽ ഐക്കൺ കൂടിയുണ്ട്, അതുകൊണ്ട് പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനി ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലൻസിങ് ആണ്. ക്ലൻസ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാവിന്റെ തന്നെ ആപ്പിൾ സൈഡർ വിനാഗർ ആയിട്ടുള്ള ഒരു ഫോമിംഗ് ഫേസ് വാഷ് ആണ്. ഇത് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന് ഒരു ബിൽറ്റിൻ ബ്രഷ് ഉണ്ട്. ഇത് കാണുന്നുണ്ടോ? ബിൽറ്റിൻ ബ്രഷ് ഉണ്ട്. ഇത് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സിനെ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഒരു ബ്രഷ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഒരു സ്ക്രബിംഗ് പോലെ നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ ബ്ലാക്ക് ഹെഡ്സിനെ ഇത് മിനിമൈസ് ചെയ്യും. പിന്നെ നിങ്ങളുടെ ഒരു ആക്നെ പ്രോൺ സ്കിന്നാണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ദ ബെസ്റ്റ് ഫേസ് വാഷ് എന്ന് പറയാം. ഇതിന്റെ നമ്മുടെ ആക്നെ പ്രോൺസിനെയൊക്കെ നന്നായിട്ട് പ്യൂരിഫൈ ചെയ്യാനും ആക്നെ സ്കാർസിനെയൊക്കെ പ്യൂരിഫൈ ചെയ്യാനുള്ള കണ്ടന്റും ആപ്പിൾ സൈഡർ വിനാഗറിലുണ്ട്. അതൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് വാഷ് തന്നെയാണ്. ഇത് നമ്മുടെ ഫേസിന് ഡീപ്പായിട്ട് ക്ലൻസ് ചെയ്യും. കൂടാതെ തന്നെ ഇതിനകത്ത് പാരബൻസ് ഇല്ല, സൾഫേറ്റ് ഇല്ല, സിലിക്കൺ ഇല്ല, നമുക്ക് ആഡഡ് കളേഴ്സും ഒന്നുമില്ല. അപ്പൊ നമുക്ക് ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കിടലൻ ഫേസ് വാഷ് ആണ്. പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ബസ്റ്റ് ബൈങ് ആണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ആ ഫേസ് വാഷിന്റെ ബോട്ടിൽ എന്ന് പറയുന്നത്. ബ്രഷ് ഒക്കെ ഉള്ള നല്ലൊരു, പക്ഷെ അത് ഹാർഡ് ആയിട്ടുള്ള ബ്രഷ് ഉള്ള നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷിന്റെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ താഴത്തെ സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇപ്പൊ നിങ്ങൾ ഡിസംബർ 31 മുമ്പാണ് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ ആമസോണില്, നൈക്കയില്, അതുപോലെ വാവിന്റെ ഒഫീഷ്യൽ സൈറ്റിൽ 50% ഓഫ് നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് താഴത്തെ ഒരു കൂപ്പൺ കോഡും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ ഞാൻ ഈ ഒരു ഫേസ് വാഷ് വെച്ച് നന്നായിട്ടൊന്ന് ഫേസ് ക്ലൻസ് ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഫേസിൽ വെച്ചിട്ട് ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ കണ്ടോ നന്നായിട്ട് ഫോമിങ് ഇങ്ങനെ വരും. നന്നായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്ത് കൊടുത്തുവെച്ചാൽ മതി. ഫേസ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നന്നായിട്ട് നോർമൽ വാട്ടർ വെച്ചിട്ടാണ് ഫേസ് വാഷ് ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഞാൻ വെള്ളം ഒന്ന് ഞാൻ ഒപ്പിക്കളയാണ് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ക്ലൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്ക്രബിംഗ് ആണ്. സ്ക്രബിങ്ങിന് വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് തന്നെ അക്കായി ബെറി പൗഡർ ഒക്കെ ഉള്ള ഒരു സ്ക്രബിംഗ് ആണ്. ഇത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് കളക്ഷനിലെ ഒരു ബെസ്റ്റ് ഒരു സ്ക്രബിംഗ് ആണ് ഇത്. നിങ്ങൾക്ക് ഇത് തന്നെ യൂസ് ചെയ്യണം എന്നല്ല, വീട്ടിൽ തന്നെ നമുക്ക് സ്ക്രബിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ലെമണില് കുറച്ച് പഞ്ചസാരയായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്താലും മതി. അല്ലെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറെ വല്ല ബ്രാൻഡ്സിന് നമുക്ക് യൂസ് ചെയ്യാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ദ ബെസ്റ്റ് ചോയ്സ് എന്നുള്ള നിലയിലാണ് ഞാൻ ഇത് കാണിക്കുന്നത്. അപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു പർട്ടിക്കുലർ സ്ക്രബിംഗ് ആണ്. നിങ്ങൾക്ക് അറിയാം എന്റെ മൂക്കിന്റെ ഇവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബിംഗ് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഉണ്ട്. അതൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സ്ക്രബിംഗ് ആണ് ഇത്. നെക്സ്റ്റ് ഞാൻ ഹാക്ക് പറയാണ്. ഇപ്പൊ എന്നെ പോലെ നിങ്ങൾക്ക് ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് എന്റെ മൂക്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അംബിക പിള്ളയും നമ്മളോട് പറഞ്ഞൊരു ഹാക്ക് ഞാൻ പണ്ടൊരു ഫേഷ്യൽ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തപ്പോ ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ എന്റെ പോലെ ഒരുപാട് നമുക്ക് ഈ ഒരു ഏരിയ നന്നായിട്ട് എന്താ പറയാ നന്നായിട്ട് കാരയുണ്ടെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ടങ് ക്ലീനർ കൊണ്ടോ അല്ലാതെ നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം ഇല്ല, നമ്മുടെ നെയിൽ ഫൈലർ, അതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പതുക്കെ വേണം ക്ലീൻ ചെയ്യാൻ. ഒരുപാട് ഹാർഷായിട്ട് നമ്മള് ഇങ്ങനെ വലിക്കരുത്. പതുക്കെ പതുക്കെ നമുക്ക് അതൊന്ന് ഇങ്ങനെ ചീകി എടുക്കാം. ഓക്കെ, ഞാനിപ്പോ നന്നായിട്ട് ചീവി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പം നന്നായിട്ട് അല്ലെങ്കിൽ തന്നെ ഇത് സോഫ്റ്റ് ആവും സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലെങ്കിൽ ഇതിങ്ങനെയും കൂടി ചെയ്ത് കഴിയുമ്പോൾ തൊട്ട് നോക്കിയാൽ മതി, നല്ല ഈവൻ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ആ നോസ് ഏരിയ ഇരിക്കും. ഇനി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. നന്നായിട്ട് നമ്മുടെ മൂക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റീമിംഗ് ആണ്. ഇപ്പൊ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റീമറാണ് നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്റ്റീമറാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ട് ഫേസ് നമുക്ക് സ്റ്റീം ചെയ്ത്
നന്നായിട്ട് നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല ഓപ്പൺ ആയിട്ട് വന്നിരിക്കും. അപ്പൊ നമ്മൾ എന്താ തണുത്ത വെള്ളത്തിൽ, നമ്മൾ ഐസുള്ള വെള്ളത്തിൽ നമ്മളൊരു വൈപ്പ് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ ഒരു വൈപ്പ് എടുത്ത് നമ്മൾ ഫേസ് ഒന്ന് ഇങ്ങനെ ഒപ്പണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മസാജിങ് ആണ്. മസാജ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അലോവേരയാണ്. പ്യുവർ അലോവേര ജെൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും അലോവേര ജെൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോവേര ജെല്ലിന്റെ കൂടെ ഗ്ലിസറൈൻ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓയിൽസ് ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ടോ യൂസ് ചെയ്യാം. ഞാനിവിടെ അലോവേര ജെല്ലിന്റെ കൂടെ ഒരു 3 ഡ്രോപ്പ് നമ്മുടെ ബേബി ഓയിൽ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഞാൻ മസാജ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ മാസ്ക് അപ്ലൈ ചെയ്യലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ വോവിന്റെ തന്നെ അലോവേര പീൽ ഓഫ് ജെൽ മാസ്ക് ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ മാസ്ക് എന്ന് പറയുന്നത്. പ്യോർ അലോവേരയാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലും നമ്മുടെ പാരബൻസ് ഇല്ല, സിലിക്കൺ ഇല്ല, കളേഴ്സ് പ്രത്യേകിച്ച് കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ ഇത് ഡെർമറ്റോളജി ടെസ്റ്റഡും കൂടെയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് സൾഫേറ്റ് ഇല്ല, പാരബൻ ഇല്ല, സ്പെഷ്യൽ കളേഴ്സ് ഒന്നും അടങ്ങിയിട്ടില്ല. നന്നായിട്ട് നമുക്ക് ഈസി ടു അപ്ലൈ ആൻഡ് ഈസി ടു റിമൂവ് ആണ്. അപ്പൊ ഞാൻ ഇത് അപ്ലൈ ചെയ്യാൻ ഫുൾ ഫേസിന്റെ ഫുൾ ഫേസിലും നെക്കിലും ഞാൻ ഇത് അപ്ലൈ ചെയ്യുവാണ്. അപ്പൊ ഈ മാസ്ക് എന്ന് പറയുന്നത് 15 മുതൽ 20 മിനിറ്റ് വരെ നമ്മുടെ ഫേസിന് ഇത് ഒന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങി കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ പീൽ ഓഫ് ചെയ്ത് നമുക്ക് താഴത്ത് നിന്ന് ഇങ്ങനെ മുകളിലോട് നമുക്ക് ഇങ്ങനെ വലിച്ച് നമുക്ക് കളയാവുന്നതാണ്. അങ്ങനെ കളയുമ്പോൾ നമുക്ക് ഫേസിലുള്ള ചെറിയ ചെറിയ ബേബി ഹെയർസും കൂടെ നമുക്ക് പോകും. ഈ 15 മുതൽ 20 വരെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് അണ്ടർ ഐസിൽ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിലൊരു ടോണറും അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോയുടെ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കണ്ണിൽ 2 കണ്ണിലും സർക്കുലർ മോഷനിലുള്ള നമ്മുടെ പുറപ്പാടില്ല അത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ആണെങ്കിലും കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ വെക്കാം. അങ്ങനെ ചെയ്യുന്നതോട് നമ്മുടെ ആ കണ്ണിന്റെ ഏരിയയും കൂടെ നമ്മളെ ലൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ 15 മിനിറ്റിന് ശേഷം നമുക്ക് കാണാം. ഇപ്പോൾ ഞാനത് പീൽ ഓഫ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നന്നായിട്ട് സോഫ്റ്റൻ ആയിട്ടുണ്ട്. നമ്മുടെ സ്ക്രബ് ചെയ്തുകൊണ്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫേഷ്യൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് എന്നല്ല, നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നമ്മുടെ ഏതാണോ നമ്മുടെ മോയ്സ്ചറൈസർ അത് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേഷ്യൽ. അപ്പം വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേഷ്യൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.